ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അപർണയെ മുറിയിൽ പൂട്ടിയിട്ടതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങൾ നടക്കുകയായിരുന്നു. അതടങ്ങിയിട്ടില്ല. അപർണയുടെ ഇപ്പോഴത്തെ ആവശ്യം തന്നെ മുറിക്കകത്ത് പൂട്ടിയിട്ട ജാനകി തന്നോട് മാപ്പ് പറയണം എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ജാനകി പറയുന്നത്, ഞാൻ മാപ്പ് പറയണമെന്നല്ലേ നീ പറയുന്നത്? അതെ, ഞാൻ മാപ്പ് പറയാം. പക്ഷേ അതിനു മുൻപായിട്ട് അനുവാദമില്ലാതെ ആ മുറിക്കകത്ത് കയറിയതിന് നീ മാപ്പ് പറയണം. ആർക്കും ആരുടെയും റൂമിൽ കയറാമെന്നൊക്കെ ഭംഗിവാക്ക് പറയാം. പക്ഷേ അതിനൊരു മര്യാദയുണ്ട്. ഒന്നുകിൽ അനുവാദം വാങ്ങണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആ മുറിയിൽ വന്നു പോകുന്നയാളായിരിക്കണം. അപർണ എത്ര പ്രാവശ്യം ആ മുറിയിൽ കയറിയിട്ടുണ്ട്? അഭിയേട്ടൻ കൊണ്ടുവച്ചൊരു സാധനം എന്താണെന്നറിയാൻ ആളില്ലാത്ത സമയം നോക്കി കയറിയതാണ്. അത് കള്ളത്തരമല്ലാതെ പിന്നെ എന്താണ്? ജാനകിയുടെ ഈ വാക്കുകൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ അപർണയും തമ്പിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ അഭി പറയുകയാണ്, നിനക്കല്ലേ മാപ്പ് വേണ്ടത്? ആദ്യം നീ ഏട്ടത്തിയോട് മാപ്പ് പറ, എന്നിട്ട് ഏട്ടത്തി തരുന്ന ശിക്ഷയും വാങ്ങിച്ചുകൊണ്ട് നീ പോകാൻ നോക്ക്. ഇത്രയും കേട്ടപ്പോഴേക്കും അപർണ വല്ലാത്തൊരു വൈരാഗ്യത്തോടെ ജാനകിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മുകളിലേക്ക് കയറി അങ്ങ് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് മറുപടി പറയുവാൻ കഴിയാതെ അവിടെ പകച്ചു നിൽക്കുന്ന തമ്പിയുടെ അരികിൽ നിന്നുകൊണ്ട് അഭി പറയുന്നുണ്ട്, അതെ, ഇപ്പോൾ അവൾക്ക് മാപ്പും വേണ്ട, ക്ഷമയും വേണ്ട. പക്ഷേ മോൾക്ക് വേണ്ടി ഇവിടം വരെ വന്ന അവളുടെ അച്ഛനോട് ആര് മാപ്പ് പറയും? അത് നമ്മളല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങളുടെ അച്ഛൻ്റെ ശരീരമേ ഇല്ലാതെയായിട്ടുള്ളൂ. ആത്മാവിപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അച്ഛനെല്ലാം കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ അച്ഛൻ സെറ്റിയിലിരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. പെട്ടെന്ന് അഭി പറയുക, അതെ അതെ, അത് എനിക്കും തോന്നാറുണ്ട്. അപ്പോൾ വീണ്ടും അഭി, നിങ്ങൾക്കുള്ളത് അച്ഛൻ അങ്ങ് എത്തിച്ചു തരും. അതുകൊണ്ടേ അത് വാങ്ങാൻ തയ്യാറായിരുന്നു. ഇത് കേട്ടുകൊണ്ട് കോപത്തോടെ വിശ്വനാഥൻ തമ്പിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് അഭിയും ജാനകിയും പൊന്നും കൂടി അമ്മയുടെ അരികിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ജാനകി പൊന്നുവിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ കോതി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പൊന്നു ചോദിക്കുന്നുണ്ട്, അമ്മേ, ഞാനും കൂടി അമ്മമ്മയുടെ കൂടെ 2-3 ദിവസം അവിടെ നിന്നോട്ടെ? അപ്പോൾ ജാനകി, മോൾ എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിന്നു. ഇത് കേൾക്കുമ്പോഴേക്കും പൊന്നുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് അമ്മമ്മയെ കൊണ്ട് സംസാരിപ്പിക്കാനാ. നീ കൂടെ ഉണ്ടെങ്കിൽ അമ്മമ്മ സംസാരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ജാനകി, ദേ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, മോൾ അമ്മമ്മയെ കൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയിപ്പിക്കണം. അമ്മേ, പൊന്നു പറഞ്ഞാൽ അമ്മമ്മ കേൾക്കും. അമ്മമ്മയ്ക്ക് പൊന്നുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ദേ, നമ്മൾ പോകുന്നത് ആരോടും പറയരുത് കേട്ടോ. നമ്മൾ പോകുന്നത് നോക്കിയിരിക്കുകയാണ് അപർണ. പൊന്നു പറയില്ല, അമ്മ പറയരുത്. പക്ഷേ അച്ഛമ്മ ചോദിച്ചാൽ അമ്മ എന്തു പറയും? ഇത് കേട്ടിട്ട് അല്പനിമിഷം മൗനമായി നിന്നതിന് ശേഷം ജാനകി പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഒരാശങ്കയുണ്ട്. ഉടനെ അഭി, തമ്പിയുടെ ആൾക്കാർ പുറകിന് വരും എന്നുള്ളതല്ലേ? അഭിയേട്ട, അപർണ പല വഴിക്കും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒന്നും അറിയാതെ അവൾ ചില കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടൻ തന്നെ അവൾ അവളുടെ അച്ഛനെ വിളിക്കും. എൻ്റെ ജാനകി, എനിക്കിതൊക്കെ അറിയാം. തമ്പി നമ്മുടെ വീടിൻ്റെ പുറത്ത് തന്നെ ആളിനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമ്മൾ അറിയാതെ നമ്മുടെ വണ്ടിയെ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പോൾ ഒരു വണ്ടി തന്നെ ആകണമെന്നില്ല, വണ്ടികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ജാനകി, അപർണയ്ക്കിതൊരു വെല്ലുവിളിയാണ്. അഭിയേട്ടാ, നമ്മൾ എങ്ങനെ ചന്ദ്രകാന്തത്തിൽ ചെന്ന് കയറും? ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ജാനകി, നിന്നെ കൊണ്ടുപോകുന്നത് ഞാനല്ലേ. നീ ധൈര്യമായിട്ടിരിക്കേ. നീ പേടിക്കുന്നവരാരും അറിയാതെ നമ്മൾ ചന്ദ്രകാന്തത്തിലെത്തിയിരിക്കും. അത് ഞാൻ നൽകുന്ന ഉറപ്പാണ്. ശരി അഭിയേട്ടാ, രണ്ടും കൽപ്പിച്ചിറങ്ങാതെ ഇനി വേറെ വഴിയില്ല. എന്തായാലും ഞാൻ അമ്മയെ കണ്ടിട്ട് യാത്ര പറയട്ടെ. ഇത് പറഞ്ഞിട്ട് ജാനകി താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഈ സമയത്ത് പ്രഭാവതി താഴെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജോലിയിലാണെങ്കിലും പ്രഭാവതിയുടെ മനസ്സ് നിറയെ അപർണയുമായിട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രഭാവതി പറഞ്ഞതും തിരികെ അപർണ പ്രതികരിച്ചതുമൊക്കെ പ്രഭാവതിയുടെ മനസ്സിലേക്ക് അങ്ങനെ ഓടി വരികയാണ്. പഠിപ്പും വിവരവുമുള്ളൊരു പെണ്ണല്ലേ നീ? മറ്റുള്ളവരുടെ റൂമിൽ കയറി അവരില്ലാത്തപ്പോൾ പരിശോധിക്കുന്നത് അത് കള്ളത്തരമല്ലേ? പെട്ടെന്ന് ചായക്കോപ്പ എടുത്ത് താഴെ അടിച്ചിട്ട്, എന്താ പറഞ്ഞേ? നിങ്ങൾ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറ. ഇത് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുടെ നേരെ അപർണ കൈ ഓങ്ങുന്ന കാഴ്ച. നീ എൻ്റെ നേരെ കൈ ഉയർത്തി അല്ലേ? ഉയർത്തുക മാത്രമല്ല, അനാവശ്യം പറഞ്ഞാൽ തല്ലുകയും ചെയ്യും. നിങ്ങളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞാലേ ആ കിഴവിയുടെ ഗതി തന്നെ നിങ്ങൾക്കും വരും. ഞാനത് കുറിച്ച് കഴിഞ്ഞു. മക്കൾക്ക് പോലും നിങ്ങളെ വേണ്ടാതെയായി. അപർണ ഈ പറയുന്ന വാക്കുകളൊക്കെ ഓർത്ത് പ്രഭാവതി അങ്ങനെ വേദനയോടുകൂടി പണികൾ തുടരുകയാണ്. ഈ സമയത്താണ് ജാനകി തൻ്റെ അരികിലേക്ക് വരുന്നത്. ജാനകിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ആഹാ, നീ പോകാൻ ഇറങ്ങിയോ? പോകാതിരിക്കാനാവില്ലമ്മേ, പൊന്നും എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി, വീടെടുത്തിട്ടാണ് താമസിക്കുന്നതെങ്കിൽ അവളും അഭിയും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ട കാര്യവുമില്ല. അമ്മേ, അമ്മ ഇവിടെ ഉള്ളപ്പോൾ അഭിയേട്ടൻ അങ്ങനെ മാറി താമസിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഓഹോ,
ഞാനാണോ അതിന് തടസ്സം? എനിക്കത് അറിയില്ലായിരുന്നു. അയ്യോ, ഞാനത് പറഞ്ഞത് മറ്റൊരർത്ഥത്തിലല്ലമ്മേ. മക്കൾ അമ്മയെ വിട്ടു പോകാൻ മടിക്കുന്നത് അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ലേ? ഉം. അമ്മേ, അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷേ എൻ്റെ അവസ്ഥ മറ്റൊന്നായിപ്പോയി. അല്ലായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് കിച്ചണിൽ കയറേണ്ടി വരില്ലായിരുന്നു. കുറച്ച് ദിവസം കൂടി മാത്രം അമ്മയൊന്ന് ക്ഷമിക്ക്. പിന്നീട് ഞാൻ എവിടെയും പോയില്ല. ഉടനെ പ്രഭാവതി ചോദിക്കുകയാണ്, സത്യത്തിൽ നീ നിന്റെ അമ്മയുടെ കൂടെയാണോ? അപർണ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ ചോദിച്ചാൽ എനിക്ക് കള്ളം പറയാൻ കഴിയില്ല. അമ്മേ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടെത്തി. ആ വാക്ക് കേട്ടുകൊണ്ട് പ്രഭാവതി ഒരമ്പരപ്പോടുകൂടി ജാനകിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വീണ്ടും ജാനകി പറയുകയാണ്, അതെൻ്റെ അമ്മ തന്നെയാണ്. അമ്മയെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീയെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ത് നേടാനാണമ്മേ? ഞാൻ അനാഥയല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അത്തരമൊരു പ്രവൃത്തി ഒരിക്കലും ജാനകി ചെയ്യില്ല. എനിക്ക് ആരുടെയും മുൻപിൽ ജയിച്ചു കാണിക്കുകയും വേണ്ട. ഞാൻ കണ്ടുപിടിച്ചത് എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ്, അമ്മയെ കണ്ടുപിടിച്ചുവെങ്കിൽ നീ പിന്നെ എന്താണ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാതിരിക്കുന്നത്? അവരെ കാണാൻ ഇവിടെ പലരും കാത്തിരിക്കുകയല്ലേ? അമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചികിത്സ കഴിഞ്ഞാൽ ഞാൻ ഉടനെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരും. ജാനകി, നീ പറയുന്നത് സത്യം തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷേ ഇത്ര പെട്ടെന്ന് നിനക്ക് അമ്മയെ കണ്ടെത്താൻ എങ്ങനെ സാധിച്ചു? 10-25 വർഷങ്ങളായിട്ട് ഒരറിവുമില്ലാതിരുന്നതല്ലേ? അമ്മേ, എൻ്റെ അമ്മ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം അച്ഛൻ അറിയാമായിരുന്നു. അച്ഛനാണ് ഈ വിവരങ്ങളൊക്കെ അബിയേട്ടനോട് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും പ്രഭാവതി ഒന്നുകൂടി ഞെട്ടുകയാണ്. അമ്മയ്ക്ക് ആ ഓർഫണേജിൽ വേണ്ട സഹായങ്ങളൊക്കെ അച്ഛനാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ പ്രഭാവതി, അദ്ദേഹത്തിന് ഇതൊക്കെ എങ്ങനെ അറിയാമായിരുന്നു? നിന്നെ ഓഫീസിലും പിന്നെ ഈ വീട്ടിലും വന്നതിന് ശേഷമല്ലേ ഞങ്ങളൊക്കെ അറിയുന്നത്? അമ്മേ, അച്ഛൻ സ്വന്തം സുഖത്തിനു വേണ്ടി ജീവിച്ച ഒരാളല്ല. കൂടെയുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് അവർ പോലും അറിയാതെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് നമ്മൾ കരുതുമ്പോൾ അച്ഛൻ അതെല്ലാം കണ്ടിട്ട് ചിരിക്കും. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, നിന്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അമ്മേ, അമ്മയായിരിക്കും എൻ്റെ അമ്മയെ ഞാൻ ആദ്യം കാണിക്കുന്നത്. ജാനകി, നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നീ കരുതരുത്. ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ നീയാണ്, എൻ്റെയും. ഇത് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ കയ്യിൽ പിടിച്ച് പ്രഭാവതി വിതുമ്പുകയാണ്. എന്നിട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് ജാനകിയോട് പറയുകയാണ്, പോയി അമ്മയെ കണ്ടിട്ട് വാ. അമ്മേ, അമ്മയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. ഈ വീട് വീണ്ടും പഴയതുപോലെ ആകും അമ്മേ. ഞാൻ പോയിട്ട് വരാം. ഇത് പറഞ്ഞ് ജാനകി തിരികെ നടക്കുകയാണ്. അത് കണ്ടുകൊണ്ട് പ്രഭാവതി കണ്ണുനീരോടുകൂടി നിൽക്കുന്നു. തുടർന്ന് കാണുന്നത് അപർണ തൻ്റെ അച്ഛനെ ഫോണിൽ വിളിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് എന്താടി മോളെ എന്ന് തമ്പി ചോദിക്കുമ്പോൾ അപർണ പറയുകയാണ്, അച്ഛാ, നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിട്ടുണ്ട്. ജാനകി അബിയെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ എന്താടി മോളെ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, അവർ പോകുന്നത് ജാനകിയുടെ പുതിയ താമസ സ്ഥലത്തേക്കാണ്. ആ സ്ഥലം കണ്ടുപിടിക്കണമെങ്കിലേ അബിയുടെ കാറിനെ അച്ഛൻ ഫോളോ ചെയ്യണം. അബിയുടെ കാർ ഏതാണെന്ന് അച്ഛൻ അറിയില്ലേ? അറിയാം, ഞാൻ ഇപ്പോൾ തന്നെ പിറകിന് ആളിനെ വിടാം, നീ ഫോൺ വെച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിശ്വനാഥൻ തമ്പി ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് വീണ്ടും അപർണ മനസ്സിൽ പറയുകയാണ്, എല്ലാം പറഞ്ഞു വെച്ചിട്ടും അച്ഛനതെല്ലാം മറന്നു. അച്ഛനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ എന്താ പറ്റിയത് എന്ന് അറിയുകയുമില്ല. പക്ഷേ എനിക്ക് ഈ ചാൻസ് പാഴാക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും അപർണ ഫോൺ എടുത്തിട്ട് ഡിറ്റക്റ്റീവ് പശുപതിയെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പശുപതി പറയുകയാണ്, ഹലോ, ഡിറ്റക്റ്റീവ് പശുപതി ഹിയർ. പറയൂ മാഡം. എടോ, അബിയും ജാനകിയും ഇവിടുന്ന് കാറും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ അടുക്കലേക്കാണ് പോകുന്നത്. താൻ അവരെ ഒന്ന് ഫോളോ ചെയ്യടൂ. ഓ, അത് ശരി. ഓക്കെ മാഡം, അന്വേഷണവുമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. എടോ, താനിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ടൗണിൽ തന്നെ ഉണ്ട് മാഡം. ഇതുവഴിയല്ലേ അവർ വരുന്നത്? ആ, എങ്കിൽ അവരവിടെ എത്താൻ പോകുന്നതേ ഉള്ളൂ. അബിയുടെ വണ്ടി നമ്പർ തനിക്കറിയാമല്ലോ. പിന്നെ അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് മാഡം. വണ്ടി കണ്ടാൽ മാത്രം മതി. ശരി, നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ മനസ്സുവെച്ചാൽ ഇന്ന് തീരും. പറഞ്ഞ തുകയേക്കാൾ 25,000 രൂപ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരും. ഇത്രയും കേട്ടപ്പോഴേക്കും പശുപതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഓക്കെ മാഡം, ഞാൻ റെഡിയായി കഴിഞ്ഞു മാഡം. തുടർന്ന് അപർണ ഫോൺ കട്ട് ചെയ്തിട്ട് മനസ്സിൽ പറയുകയാണ്, അച്ഛനെ കൊണ്ട് കഴിയാത്തത് പശുപതിയെ കൊണ്ട് കഴിയും. ഇന്നെനിക്ക് ജാനകിക്കൊരു വലിയ ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് അവൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കയറുവാൻ കഴിയും. തുടർന്ന് വീണ്ടും കാണുന്നത് പ്രഭാവതി വലിയ സങ്കടത്തോടെ തൻ്റെ മുറിക്കകത്തേക്ക് കയറി വന്ന് കട്ടിലിരിക്കുന്ന കാഴ്ചയാണ്. അവിടെ ഇരിക്കുമ്പോൾ തൻ്റെ ചിന്തകൾ ഓരോന്നും പഴയ കാലത്തേക്ക് പോവുകയാണ്. സൂര്യനാരായണൻ കിടക്കയിൽ കിടന്നുകൊണ്ട്, ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വന്നത് നിനക്കിഷ്ടമായില്ല അല്ലേ പ്രഭാവതി എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്ന മറുപടികൾ തൻ്റെ മനസ്സിലേക്ക് വരികയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വന്നതിൽ ഞാൻ എന്തിനാണ് ഇഷ്ടക്കേട് കാണിക്കുന്നത്? ഞാനല്ലേ ഇപ്പോൾ ഇവിടെ ഒരു അധികപ്പറ്റായിരിക്കുന്നത്.
ഏത് നിമിഷവും എന്നെ ഇവിടെ നാട്ടിയിറക്കാം. അപ്പോൾ സൂര്യ പറയുന്ന വാക്കുകൾ, ആരാണ് അത് ചെയ്യാൻ തയ്യാറാകുന്നത് എന്നുള്ളത് കൂടി നീ പറയണം. ഇപ്പോഴും നിന്റെ പെരുമാറ്റം സ്വത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പണത്തിൻ്റേത് മാത്രമാണോ പ്രഭേ? നീ ഒരു തവണ എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നത് എൻ്റെ സുഖവിവരം അന്വേഷിക്കാനായിരുന്നില്ല. സ്വത്ത് എത്രയും വേഗം ഭാഗം ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായിട്ടായിരുന്നു. ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രഭാവതി സുഖമില്ലാതിരിക്കുമ്പോൾ അഭി തൻ്റെ വായിലേക്ക് സ്പൂണിൽ കഞ്ഞി കോരി വെച്ചു കൊടുക്കുന്ന ആ രംഗവും പ്രഭാവതിയുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. മാത്രവുമല്ല, എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് കാപ്പിക്കോപ്പ താഴെ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം തന്നെ അടിക്കുവാൻ വേണ്ടി കൈ ഉയർത്തുന്ന അപർണയുടെ മുഖവും പ്രഭാവതി ഓർക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്നാൽ നാളെ അവൾ എന്നെ അടിക്കും. അവളുടെ അടി കൊണ്ടിറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് അന്തസ്സോടെ സ്വയം ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ്. അമ്മ പോയപ്പോൾ തന്നെ ഞാനത് ചെയ്യേണ്ടിയിരുന്നു. ഇത് പറഞ്ഞിട്ട് തുടർന്ന് പെട്ടെന്ന് പോയി അലമാര തുറന്നിട്ട് ഒരു ബാഗിനകത്തേക്ക് തൻ്റെ ഡ്രസ്സുകളും ഒപ്പം സൂര്യനാരായണൻ തനിക്ക് കൊടുത്ത ആ മോതിരമടങ്ങുന്ന ചെറിയ ബോക്സും എടുത്തു വെച്ചിട്ട് അവിടെ നിന്നും പ്രഭാവതി പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ ചന്ദ്രകാന്തത്തിൽ നടക്കുന്ന ചില കാഴ്ചകൾ കൂടി കാണുന്നുണ്ട്. ജാനകിയുടെ അമ്മ ജാനകിയെയും പൊന്നൂനെയും കാണാഞ്ഞിട്ട് പരിഭ്രമത്തോടു കൂടി എല്ലായിടത്തും പരതി നടന്നിട്ട് മുറിക്കകത്തുനിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് മേരിയമ്മ പിറകിനിറങ്ങി ചെന്നിട്ട് പറയുകയാണ്, രാധാമണി, ജാനകി പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് പുറത്തേക്ക് എങ്ങും ഇറങ്ങി പോകരുത് എന്ന്. രാധാമണി പിടിവാശി കാണിക്കാതെ കയറി വാ, നമുക്ക് അകത്തിരിക്കാം. അത് പിന്നെ എങ്ങനെയാ? ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അത് പിന്നെ സാധിക്കാതെ പറ്റുമോ? ഇത് കേൾക്കുമ്പോൾ മേരിയമ്മയുടെ കൈ തൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ട് വീണ്ടും വഴിക്കണ്ണുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് രാധാമണി. ഈ സമയത്ത് മേരിയമ്മ പറയുകയാണ്, ഹോ, എത്ര നേരം ഇങ്ങനെ നിൽക്കുമെന്ന് ആർക്കറിയാം? ഇങ്ങനെയായാൽ വീടകത്ത് നിന്ന് പൂട്ടിയിടണം. എന്തൊക്കെ പരാക്രമം കാണിച്ചാലും മേരിക്കുട്ടിയമ്മ തുറന്നു തന്നെങ്കിലല്ലേ? എൻ്റെ കർത്താവെ, അവരുടനൊന്നും തിരികെ വരുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ജാനകി പുറത്തുപോയത് മനസ്സിലാക്കിയുള്ള നിപ്പാണിത്. മേരിയമ്മ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ജാനകിയമ്മയുടെ കോള് മേരിയമ്മയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ഓടിപ്പോയി മേരിയമ്മ ആ ഫോൺ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് മേരിയമ്മ പറയുകയാണ്, മോളെ, ഇന്നലെ തീരെ ഉറങ്ങിയില്ല, അത്താഴവും കഴിച്ചില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മേരിയമ്മേ. ഞാൻ വന്നിട്ട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാം. മോളെ, ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. മോളെയും കാത്ത് രാധാമണി ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നിൽക്കുകയാണ്. ഇന്നും കൂടി മോൾ എത്താതെ വന്നിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയേനെ. മേരിയമ്മേ, ഞങ്ങൾ ദേ എത്താറായി. മേരിയമ്മ ഫോണ് അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേ. ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിയുടെ ചെവിയിലേക്ക് മേരിയമ്മ ആ ഫോൺ ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, രാധാമണി, ദേ ജാനകിയാണ് സംസാരിക്കുന്നത്, രാധാമണിയുടെ മകള്. പെട്ടെന്ന് ജാനകി പറയുകയാണ്, അമ്മേ, ഞാനാണ് ജാനകി. അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഞാനും അബിയേട്ടനും പൊന്നും കൂടി ഉടനെ എത്തും. ഇത് പറയുമ്പോൾ രാധാമണിയുടെ മുഖത്ത് ഒരു ചെറു ചിരി വിടരുന്നുണ്ട്. തുടർന്ന് ജാനകി മേരിയമ്മയോട് ചോദിക്കുകയാണ്, മേരിയമ്മേ, അമ്മയ്ക്ക് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോന്നോ? മോടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായ എല്ലാ ലക്ഷണങ്ങളും രാധാമണി പ്രകടിപ്പിക്കുന്നുണ്ട്. ഉടനെ ജാനകിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ വേണ്ടി പൊന്നു ശ്രമിക്കുന്നുണ്ട്. അമ്മേ, ഫോൺ എനിക്കിതാ, ഞാൻ അമ്മമ്മയോടൊന്ന് സംസാരിക്കട്ടെ. പെട്ടെന്ന് അബി, നീ ഒന്നും മിണ്ടാതിരിക്കും പൊന്നു, നിന്റെ അമ്മ വീഡിയോ കോൾ അല്ല ചെയ്യുന്നത്. മറുപടി പറയാൻ പറ്റാതിരിക്കുന്ന ആളിനോട് നീ എന്തു പറയാനായിപ്പോൾ? ഈ സമയത്ത് തന്നെ ജാനകി, ശരി മേരിയമ്മേ, ഞങ്ങൾ ഉടനെ എത്താം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടനെ മേരിയമ്മ രാധാമണിയോട് പറയുകയാണ്, ദേ രാധാമണി, ഇനി പിണക്കമൊന്നും വേണ്ട, മോളും കൊച്ചുമോളുമൊക്കെ ഉടനെ ഇങ്ങിയെത്തും. തുടർന്ന് കാണിക്കുന്നത് വീണ്ടും പശുപതിയെ തന്നെയാണ്. പശുപതി ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങേ തലയ്ക്ക് നിന്നും അദ്ദേഹം പറയുകയാണ്, കാർ ചന്തമുക്ക് കടന്നിട്ടുണ്ട്. ആഹാ, കാർ ചന്തമുക്ക് കടന്നോ? എങ്കിൽ നീ വേഗം ഫോൺ കട്ടി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അയാൾ കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. പലയാവർത്തി കീ തിരിച്ചിട്ടും കാർ സ്റ്റാർട്ടാകുന്നില്ല. വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി ചതിച്ചല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് പശുപതി പെട്ടെന്ന് വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഫ്രണ്ടിൽ വന്ന് ബോണറ്റൊക്കെ പൊക്കി നോക്കുകയും ഓയിൽ ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. പല പണികൾ നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പശുപതി പറയുന്നുണ്ട്, വണ്ടി പണി മുടക്കി 6 മാസമായിട്ട് കാത്തിരുന്ന് കിട്ടിയൊരു കേസാ, നശിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ഈ സമയത്ത് തന്നെ ജാനകിയും അബിയും കൂടി ആ വഴി കാറിൽ വരികയാണ്. ഈ കാറ് കണ്ടുകൊണ്ട് പെട്ടെന്ന് പശുപതി ആ കാറിൻ്റെ മുൻപിലേക്ക് കയറി നിന്നുകൊണ്ട് കൈ കാണിക്കുകയാണ്. ഉടൻ തന്നെ സൈഡ് ഒതുക്കി അബി കാറ് നിർത്തുകയും ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് അയാൾ പറയുകയാണ്, ഹോ, ആശ്വാസമായി. തുടർന്ന് അബി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ, എന്തു പറ്റി? ഓ, എന്തു പറയാനാ സാറേ, സ്റ്റാർട്ടിങ് പ്രോബ്ലമായി, ഒരു അത്യാവശ്യ വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ, അപ്പോഴാണ് ഇതിങ്ങനെയായത്. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അബി വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുകയാണ് വണ്ടി. തുടർന്ന് ഞാൻ അകത്ത് പോയി നോക്കാം, താനിവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അബി വണ്ടിക്കകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് തന്നെ അപർണയുടെ കോള് അബിയുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്.
ഉടൻ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അബി ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും കാണുന്നു. തുടർന്ന് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വരികയാണ്. പ്രഭാവതി ഒരു ബാഗിൽ തുണികളെല്ലാം വാരി കെട്ടിക്കൊണ്ട് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. പെട്ടെന്ന് അപർണ തന്റെ മുൻപിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? അപ്പോൾ പ്രഭാവതി, ഇവിടെ അടുക്കളക്കാരിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തെരുവിലേക്ക് ഇറങ്ങുന്നതാണ്. ഉടനെ അപർണ, മക്കൾക്ക് അപമാനമുണ്ടാക്കാതെ ബാഗും എടുത്തുകൊണ്ട് അകത്തേക്ക് പോ, എന്നിട്ട് കഴിയുന്ന പണിയും ചെയ്ത് ഇവിടെ അങ്ങ് ജീവിക്കാൻ നോക്ക്. ഇത് കേട്ടുകൊണ്ട് അപർണയുടെ മുഖമടച്ചൊരൊറ്റ അടി കൊടുക്കുകയാണ് പ്രഭാവതി. അപ്രതീക്ഷിതമായി ഏറ്റ അടിയുടെ ആഘാതത്തിൽ പകച്ചുപോയ അപർണ അതിന്റെ തൊട്ടു പിന്നാലെ കാണുന്നത് വിശ്വനാഥൻ തമ്പിയുടെ പിൻപിലേക്ക് അബി എത്തിയതിനു ശേഷം ഒരു തുണി കൊണ്ട് പിറകിൽ നിന്നുകൊണ്ട് തന്റെ തലയും മുഖവും മറച്ചിട്ട് തന്നെ പിൻപിലേക്ക് പിടിച്ചു വലിക്കുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് തന്നെ പൊന്നുവിനെയും ജാനകിയെയും അന്വേഷിച്ച് രാധാമണി ചന്ദ്രകാന്തത്തിന്റെ വാതിൽ തുറന്ന് ഗേറ്റ് കടന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നു. റോഡിൽ കൂടി എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങുന്നു. അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയതറിഞ്ഞുകൊണ്ട് ജാനകിയും പൊന്നും കൂടി ഒരു വണ്ടിയിൽ അമ്മയെ അന്വേഷിച്ച് അവിടെയെല്ലാം ചുറ്റിത്തിരിയുന്ന കാഴ്ചയും കാണുന്നു. ജാനകിയുടെയും അബിയുടെയും വീട് ഓരോ എപ്പിസോഡുകളും ത്രില്ലടിപ്പിക്കുന്ന ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾ കൊണ്ട് നിറയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ എപ്പിസോഡ് കാണുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നാളെ കാണും വരേക്കും ബൈ.